Recording in progress. ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം. Book of Luke, chapter 17, 1 and 2. അവൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ഇടർച്ചകൾ വരാതിരിക്കുന്നത് അസാധ്യം, എങ്കിലും അവ വരുത്തുന്നവന് അയ്യോ കഷ്ടം. അവൻ ഈ ചെറിയവരിൽ ഒരുത്തന് ഇടർച്ച വരുത്തുന്നതിനേക്കാൾ ഒരു തിരുവല്ല അവന്റെ കഴുത്തിൽ കെട്ടി അവനെ കടലിൽ എറിഞ്ഞു കളയുന്നത് അവന് നന്ന്. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇടർച്ചകൾ നിർത്തിവായിച്ച്, ഇടർച്ചകൾ വരാതിരിക്കുന്നത് അസാധ്യം, എങ്കിലും അവ വരുത്തുന്നവന് അയ്യോ കഷ്ടം. ടെംപ്ടേഷൻ ടു സിൻ. എന്റെയും നിങ്ങളുടെ ജീവിതം കൊണ്ട് അടുത്തൊരാൾക്ക് പാപം ചെയ്യുവാനുള്ള ഒരു വഴി ഒരുക്കി കൊടുക്കുക. എന്റെ സ്പിരിച്വൽ ലൈഫ് അടുത്തൊരാൾക്ക് ഇടർച്ചയായി മാറുക. ദൈവത്തിന്റെ സ്തോത്രം. ഇതിനെ സ്വർഗം കാണുന്നത് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് സിൻ ആയിട്ടാണ്, വലിയൊരു പാപമായിട്ടാണ് ഇടർച്ച വരുത്തുന്ന ഒരു ആത്മീയ ജീവിതം നയിക്കുന്ന വ്യക്തിയെ ദൈവം കാണുന്നത്. യു ആർ ടെംപ്റ്റിംഗ് ദ അതേഴ്സ് ടു ഡു ദ സിൻ. അല്ലെങ്കിൽ നീ പോകുന്ന തെറ്റായ പാതയിൽ അടുത്ത വ്യക്തി പോകുവാനുള്ള ഒരു മാർഗം നീ കാണിച്ചു കൊടുക്കുകയാണ്. വിശ്വാസി എന്ന പേരും അവിശ്വാസിയുടെ പ്രവൃത്തി. സ്തോത്രം. You are tempting others to do sin, or you are tempting others to follow your wrong deeds. നിന്റെ തെറ്റായ വഴികളെ ഇടർച്ച വരുത്തിക്കൊണ്ട് അനേകരെ പാപത്തിലേക്ക് നയിക്കുന്നത് വലിയ പാപമായി സ്വർഗീയ പിതാവ് കാണുകയാണ്. സ്തോത്രം. അതുകൊണ്ട് ദൈവസഭയിലെ ദൈവമക്കൾ വളരെയധികം പ്രാർത്ഥിക്കണം. മറ്റുള്ള മുമ്പിൽ ഇടർച്ചയുടെ ജീവിതമായി ഞാൻ മാറരുത്. If somebody is following me, അത് കർത്താവിലേക്കുള്ള ഒരു യാത്രയായി തീരണം. സ്തോത്രം. ദൈവത്തിന്റെ മഹത്വം കരയുകയാണ്. So heaven consider this as a greatest sin. സ്വർഗീയ പിതാവ് ഇതിനെ വലിയൊരു പാപമായി കാണുകയാണ്. 1 Thessalonians chapter 1, 6-8 എന്ന് വായിച്ചു. നമ്മൾ കഴിഞ്ഞ ദിനങ്ങളിൽ ബൈബിൾ ക്ലാസ്സിൽ പഠിക്കുവാൻ റെഡിയായി തീർന്നു. 1 Thessalonians 1-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്ക് കർത്താവിനും അനുകാരികളായി തീർന്നു. അങ്ങനെ നിങ്ങൾ മക്കെദോന്യയിലും അഖായയിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി തീർന്നു. നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം മുഴങ്ങി ചെന്നത് മക്കെദോന്യയിലും അഖായയിലും മാത്രമല്ല, എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു. നിങ്ങളൊരു റോൾ മോഡലാണെന്ന് പൗലോസ് പറയുകയാണ്. ആർക്കാണ് റോൾ മോഡൽ? നടത്തുന്ന ഞങ്ങൾക്ക് നിങ്ങളുടെ റോൾ മോഡലാണ്. നിങ്ങൾ ആയിരിക്കുന്ന സഭകൾക്ക് നിങ്ങളുടെ റോൾ മോഡലാണ്. അനേക ദേശത്തെ നിവാസികൾക്ക് നിങ്ങൾ റോൾ മോഡലാണ്. നിങ്ങളുടെ വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു. നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫ് പ്രസിദ്ധമായിരിക്കുന്നു. എന്തുകൊണ്ടാണ് പ്രസിദ്ധമായിരിക്കുന്നത്? അനേകർക്ക് നിങ്ങളൊരു മാതൃകയായിരിക്കുന്നു. You become a role model in your spiritual life. സ്തോത്രം. ഇടർച്ച വരുത്താതെ ഓരോ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ വ്യക്തികൾക്കും കൃത്യമായി ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്നവരായി അവൻ ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും വചനം സന്തോഷത്തോടെ കൈക്കൊണ്ടുകൊണ്ട് നിങ്ങൾ എല്ലാവർക്കും മാതൃകയായിരിക്കുന്നു. സ്തോത്രം. എന്താ? നിങ്ങൾ മാതൃകയാണെങ്കിൽ അനേകർ നിങ്ങളെ പിന്തുടരുവാൻ തുടങ്ങും. എബ്രായ ലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിച്ചു. Hebrews chapter 1 and 12 verses 1 and 2. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. മതിയോടിക്കട്ടെ. നീ മാതൃകയുള്ളവരായി തീർന്ന ശേഷം അനേകർ നിന്നെ ഫോളോ ചെയ്യുവാൻ കാരണമാകുമെങ്കിൽ
അനേകം നിന്നെ ഫോളോ ചെയ്യണമെങ്കിൽ നീ ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നതിനായിരിക്കണം. മനസ്സിലാക്കുന്ന ദൈവത്തെ സ്തുതിക്കുക. നിന്റെ ചുറ്റും സാക്ഷികളുടെ വലിയൊരു സമൂഹം നിൽക്കുന്നു. നിന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് മനുഷ്യർ പുറത്തു നിൽക്കുന്നു. നീ ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ തുടങ്ങിയാൽ നിന്നെ അനുഗമിക്കുവാൻ അനേക ദൈവം ഇടയാക്കും. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. ഇത് പകലിൽ ശ്രദ്ധിച്ചു കേൾക്കണമേ. ദൈവസഭയിലും നടത്തിപ്പുകാർക്കും അനേക സഭകൾക്ക് നീ ഒരു മാതൃകയായി തീർന്നതിന്റെ കാരണം നീ ക്രിസ്തുവിനെ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുന്നതുമായ ക്രിസ്തുവിനെ നീ ഫോളോ ചെയ്യുവാൻ തുടങ്ങി. If you are properly following Christ, you are a role model everywhere. നിന്നെ നടത്തുന്ന ആളുകളുടെ മുമ്പിൽ, നിന്റെ കുടുംബസ്ഥരുടെ മുമ്പിൽ, നിന്റെ സഭയുടെ നടുവിൽ, എല്ലായിടത്തും നീ ഒരു സാക്ഷിയുള്ള ദൈവത്തിലായിരിക്കും. അതുകൊണ്ട് പൗലോസ് എന്ന് പറഞ്ഞു, 1 Corinthians 11:1 വായിച്ചേ. 1 Corinthians 11:1 ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എന്റെ അനുകാരികളാകുവിൻ. ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയാണ്. I am the imitator, I am the follower of Christ. അതുകൊണ്ട് ധൈര്യത്തോടെ എനിക്ക് പറയുവാൻ കഴിയും, നിങ്ങൾ എന്നെ ഫോളോ ചെയ്തു. You can follow me because I am following Christ. If you follow me, you are not following me, you are following Christ because I am following Christ. മനസ്സിലാക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ അനുഗമിപ്പിൻ. എന്നെ അനുഗമിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, നിങ്ങൾ എന്നെ അനുഗമിക്കുന്നത്, ഞാൻ അനുഗമിക്കുന്ന ക്രിസ്തുവിനെ എത്ര നിങ്ങൾ അനുഗമിക്കുന്നത്. അതാണ് മാതൃകയുടെ ജീവിതം. ഇടർച്ച വരുത്താത്ത, പാപജീവൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കാത്ത ഒരു യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. അതിനുടമയായി നമ്മൾ എല്ലാവരും മാറും. അങ്ങനെ ഒരു ജീവിതം നമ്മുടെ ലൈഫിൽ ഉണ്ടാകണം. സ്തോത്രം. അത് 1 Corinthians 8:9 വായിച്ച് അതിന്റെ ഭാഗം അവസാനിപ്പിക്കുന്നത്. 8:9. എന്നാൽ നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യം ബലഹീനന്മാർക്ക് യാതൊരു വിധത്തിലും തടങ്ങലായി വരാതിരിക്കാൻ നോക്കുവിൻ. ദൈവത്തിന് സ്തോത്രം. വചനത്തിൽ നിലനിൽക്കുന്ന ദൈവത്തിലെ വചനം നിനക്ക് സ്വാതന്ത്ര്യം നൽകി തരുമ്പോൾ, വചനപ്രകാരമുള്ള ഈ സ്വാതന്ത്ര്യം അവൻ നിനക്ക് തോന്നിയതുപോലെ ജീവിക്കുവാനുള്ളതല്ല, അനേകർക്ക് തടങ്കലായി തീരാതിരിക്കാൻ നീ എന്ത് ചെയ്യണം? ഒന്നര വായിച്ച്. ഈ സ്വാതന്ത്ര്യം ബലഹീനന്മാർക്ക് യാതൊരു വിധത്തിലും തടങ്കലായി വരാതിരിക്കാൻ. ഈ വചനം അറിയാത്തവർക്ക്, വിശ്വാസമാർഗം അറിയാത്തവർക്ക്, അവൻ എന്താണ് സത്യം എന്താണ് തെറ്റെന്ന് അറിയാത്തവർക്ക്, ബലഹീന വിശ്വാസികൾക്ക് നീ ഒരു തടങ്കലായി തീരാതിരിക്കാൻ, നീ യഥാർത്ഥ ക്രിസ്തീയ മാർഗത്തിൽ സഞ്ചരിക്കുവാൻ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. So if you are doing a deed which is tempting others to do a sin, നീ ചെയ്ത പ്രവൃത്തികൾ, വാക്കുകൾ അടുത്തവരുടെ പാപത്തിലേക്ക് നയിക്കുന്നുവെങ്കിൽ സ്വർഗീയ പിതാവ് പറയുന്നു, നീ പാപികളിൽ ഒന്നാമനാണ്. It's one of the greatest sin according to the heavenly Father. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മണ്ഡലമാണ്, സൂക്ഷിക്കേണ്ട ഒരു മണ്ഡലമാണ്. നിന്റെ വാക്കുകളും പ്രവൃത്തികളും ഇടർച്ച വരുത്താതിരിക്കുവാൻ, അടുത്തൊരാൾക്ക് റോങ് മെസ്സേജ് കൊടുക്കാതിരിക്കാൻ, അടുത്തൊരാൾക്ക് തെറ്റായ വഴി കാണിച്ചു കൊടുക്കാതിരിക്കാൻ, അവൻ ഇന്ന് പകലിൽ ആത്മാർത്ഥമായി ഇന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. സ്വർഗീയ പിതാവ് ഒരു വലിയ പാപമായി ഇന്ന് പകലത്തിനെ കാണുകയാണ്. സ്തോത്രം. ദൈവത്തിന് മഹത്വം. കഴിഞ്ഞ പകൽ ഞാൻ KFC ചെന്നൊരു എന്റെ പേരുണ്ട് വണ്ടി തിരിക്കുക. ആ പേരെടുത്തപ്പോൾ അപ്പൊ അവിടുത്തെ പുള്ളിയോട് പറഞ്ഞു, അത് തിരിച്ചിട്ടേക്കണേ സാറിന്റെ പേരെടുത്തിട്ട് ഞാൻ മറന്നു പോകും. അപ്പൊ ഞാൻ പറഞ്ഞു, തീർച്ചയായും വിടും, തീർച്ചയായും ഇട്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അതേ പറഞ്ഞ മറുപടി, എനിക്കറിയാം പ്രാർത്ഥിക്കുന്ന ആളല്ലേ, എടുത്തോണ്ട് പോകത്തില്ലെന്ന്. സ്തോത്രം. ആ കോൺഫിഡൻസ് ഉണ്ടാണ് നമ്മളെ കുറിച്ച്. ദൈവത്തിന് സ്തോത്രം. ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം നമ്മളെ കുറിച്ച്. പ്രാർത്ഥിക്കുന്ന വ്യക്തി ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുകയില്ല. പ്രാർത്ഥിക്കുന്ന വ്യക്തി പറയാൻ പാടില്ലാത്തത് പറയുകയില്ല. അടുത്ത ഭാഗം പറയട്ടെ, പ്രാർത്ഥിക്കേണ്ട വ്യക്തി ചെയ്യേണ്ടത് ചെയ്യും. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന വ്യക്തി പറയേണ്ടത് പറയും. സ്തോത്രം. മനസ്സിലാക്കാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാണ് ഇടർച്ചകൾ വരുന്നത്? ഒത്തിരി
ഒത്തിരി വിഷയങ്ങളുണ്ട്. ദൈവാത്മ പറഞ്ഞ ഒന്നിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇന്ന് പകൽ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ഇടർച്ചകൾ വരുന്നത് എങ്ങനെയാണ്? സ്തോത്രം. ആ ലൂക്കോസ് 17-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരാം. ഇടർച്ചകൾ എങ്ങനെയാണ് വരുന്നത്? അതിന്റെ 3-4 വാക്യങ്ങൾ വായിക്കും. ലൂക്ക് ചാപ്റ്റർ 17:3-4. സൂക്ഷിച്ചു കൊള്ളുവിൻ, സഹോദരൻ പിഴച്ചാൽ അവനെ ശാസിക്കുക, അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്കുക. ദിവസത്തിൽ 7 വട്ടം നിന്നോട് പിഴയ്ക്കുകയും 7 വട്ടവും നിന്റെ അടുക്കൽ വന്ന് ഞാൻ മാനസാന്തരപ്പെടുന്നു എന്ന് പറയുകയും ചെയ്താൽ അവനോട് ക്ഷമിക്കുക. സ്തോത്രം. ശ്രദ്ധിച്ചോണേ, നീ അത് ബൈബിൾ നോക്കണ്ട. തെറ്റ് ചെയ്യുന്നു, ക്ഷമ ചോദിക്കുന്നു. വീണ്ടും തെറ്റ് ചെയ്യുന്നു, ക്ഷമ ചോദിക്കുന്നു. വീണ്ടും തെറ്റ് ചെയ്യുന്നു, ക്ഷമ ചോദിക്കുന്നു. ദിവസം എത്ര പ്രാവശ്യം പറഞ്ഞ? ദിവസം 7 പ്രാവശ്യം ചെയ്താൽ എന്ത് ചെയ്യണം? നമ്മൾ ക്ഷമിക്കണം. എന്തുകൊണ്ട് നമ്മൾ ക്ഷമിക്കേണ്ടത്? അതിന് റീസൺ ഉണ്ട്. മാത്യു 6:12 മത്തായി 6:12. എന്തിനാണ് നമ്മൾ സഹോദരനോട് ക്ഷമിക്കേണ്ടത്? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ, ഞങ്ങളുടെ സഹോദരനോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ദൈവം നിന്നോട് ക്ഷമിക്കണമെങ്കിൽ നീ ആദ്യം ആരോട് ക്ഷമിക്കണം? സഹോദരൻ ക്ഷമിക്കണം. സഹോദരൻ എന്താ ചെയ്യുന്നത്? ശ്രദ്ധിച്ചേ. തെറ്റ് ചെയ്യുന്നു, ക്ഷമിക്കുന്നു, ക്ഷമയാചിക്കുന്നു. തെറ്റ് ചെയ്യുന്നു, ക്ഷമയാചിക്കുന്നു. പിന്നെ തെറ്റ് ചെയ്യുന്നു, ക്ഷമയാചിക്കുന്നു. ക്ഷമയാചിക്കുന്ന പ്രത്യേകത എന്താണ്? തെറ്റിപ്പോയി സഹോദരനെ ക്ഷമിക്കണം, അല്ലേ? അങ്ങനെയാണെങ്കിൽ പിതാവ്, ഞാൻ സഹോദരൻ ക്ഷമിച്ചതുകൊണ്ട് നീ എന്നോട് ക്ഷമിക്കേണ്ടത് എങ്ങനെയാണ്? ഞാൻ തെറ്റ് ചെയ്യുന്നു, ആരുടെ സന്നിധിയിൽ? ദൈവസന്നിധിയിൽ എന്ത് ചെയ്യുന്നു? ക്ഷമ ചോദിക്കുന്നു. വീണ്ടും തെറ്റ് ചെയ്യുന്നു, ക്ഷമ ചോദിക്കുന്നു. വീണ്ടും തെറ്റ് ചെയ്യുന്നു, ക്ഷമ ചോദിക്കുന്നു. എവിടെയാണ് ഇടർച്ച വരുന്നത്? എപ്പോൾ നിന്റെ പാപത്തെ നീ ജസ്റ്റിഫൈ ചെയ്യാൻ തുടങ്ങുന്നു, അവിടെ ഇടർച്ച തുടങ്ങുകയാണ്. സ്തോത്രം. നെവർ ട്രൈ ടു ജസ്റ്റിഫൈ യുവർ സിൻസ്. ദൈവത്തിന്റെ സന്നിധിയിൽ നീ ചെയ്തു പോയ പാപങ്ങളെ നീ ന്യായീകരിക്കുവാൻ ശ്രമിക്കരുത്. നീ എന്ത് പറയണം? ചുങ്കക്കാരൻ പറഞ്ഞു, കർത്താവേ, ഇവിടെ നിൽക്കുവാനുള്ള യോഗ്യത എനിക്ക് ഇല്ല. നെവർ ജസ്റ്റിഫൈ യുവർ സിൻസ്. എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുവാൻ വേണ്ടി ഞാൻ വചനത്തെ എന്റെ ഇഷ്ടത്തിൽ ഞാൻ കൊണ്ടുപോവുകയാണ്. ഒരിക്കൽ ഞാൻ പറഞ്ഞ എന്റെ മൂത്ത സഹോദരൻ പറഞ്ഞു, ആരാധനയ്ക്ക് വരത്തില്ല, ഓവർ ടൈമാണ്. ഒരു ദിവസം വന്നപ്പോൾ കൂടി വചനം എടുത്ത് പറഞ്ഞു, കറക്റ്റാ, ഓവർ ടൈം ചെയ്യണം, വചനം കൂടിയെ കൊണ്ട് പറഞ്ഞു. അപ്പോഴാ മനസ്സിലായ ഓവർ ടൈം ചെയ്യണമെങ്കിൽ എന്തുണ്ട്? വചനമുണ്ട്. അല്പം വീഞ്ഞു കുടിക്കുക എന്ന് പറയുന്നതാണ്. അടിച്ചു. അവന്റെ മൂക്കിൽ നിന്ന് തീ പൊങ്ങി, എന്ത് ചെയ്യണം? ചേർത്ത് വലിക്കുക. മനസ്സാക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വചനമെടുത്ത് ജസ്റ്റിഫൈ ആവുന്നതല്ല. നെവർ ജസ്റ്റിഫൈ യുവർ സിൻസ്. തുറന്നു പറ, എനിക്ക് വചനം വായിക്കാൻ കഴിഞ്ഞില്ല, എനിക്ക് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞില്ല, നിന്റെ ഹിതപ്രകാരം ഇതുവരെ ആകുവാൻ കഴിഞ്ഞില്ല, എന്നിൽ ജഡത്തിലെ ആത്മാവിലെ പാപങ്ങൾ കന്മഷങ്ങൾ കിടക്കുന്നു, എന്നെ പിടിപ്പിച്ചേ മതിയാകും. നിന്റെ ഭാര്യയോട് നീ ഇത് പറഞ്ഞാൽ, നിന്റെ അപ്പനും അമ്മയോട് ഇത് പറഞ്ഞാൽ, നിന്റെ സഹോദരോട് ഇത് പറഞ്ഞാൽ ഇത് ലീക്കാവും, ഉറപ്പ്. പക്ഷെ നിന്റെ അപ്പനോട് പറഞ്ഞാൽ ഇത് ലീക്കാകത്തില്ല. സ്തോത്രം. അവ നിന്നെ പണിതെടുത്ത് നല്ലൊരു മാനപാത്രമാക്കി മാറ്റും. സ്തോത്രം. നെവർ ട്രൈ ടു ജസ്റ്റിഫൈ യുവർ സിൻസ്. സ്തോത്രം. പേര് പറഞ്ഞില്ലേ, ഓൺലൈനിൽ കൂടെ ഞാൻ ഓടി. എത്ര പേർക്ക് ഓടി, എത്ര പേര് വിളിട്ടുണ്ട്, എത്ര പേർ തുറന്നു മനസ്സുണ്ട്. സ്തോത്രം. മനസ്സില്ല. ന്യായീകരണം, ജസ്റ്റിഫൈ ചെയ്യുകയാണ്. ഞാൻ എന്റെ കുറവ് ജസ്റ്റിഫൈ ചെയ്യുകയാണ്. ദൈവസന്നിധിയിൽ നീ ജസ്റ്റിഫൈ ചെയ്യുമ്പോൾ, നീ അതിനെ തെറ്റിനെ ശരിയാക്കാൻ ശ്രമിക്കുമ്പോൾ, നിന്നെ ഫോളോ ചെയ്യുന്നവർ തെറ്റിലേക്ക് യാത്ര തിരിക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സ്തോത്രം. സദൃശവാക്യം 28:13 Proverbs 28:30 വേഗത്തിൽ വായിക്കട്ടെ. തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. അങ്ങനെ ഒരു വചനം എഴുതി വെക്കാനുള്ള കാരണം എന്തായിരിക്കും? ലംഘനം മറച്ചു വെക്കുന്ന സമൂഹമായ ലോകം മുഴുവൻ. വചനം പറയുന്നു, കൺഫസ് യുവർ സിൻസ്. Who will confess his sin, he will be saved. അവന് ശുഭം വരികയില്ല ലംഘനം മറച്ചു വെക്കുന്നത്.
ഞാനത് പറയത്തില്ല. കാരണം എബ്രായ ലേഖനം 4:13 പറയുന്നത്, അവന്റെ കണ്ണിന് മറവായിട്ട് ഒരു സൃഷ്ടി, അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, അവന് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല, സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. നീ മറച്ചു വെച്ചാലും ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. പക്ഷെ ദൈവം ഒന്നും മിണ്ടുകയില്ല. നീ അത് തുറന്ന് പറയുമോ എന്ന് ദൈവം അന്വേഷിക്കും. നീ അത് തുറന്ന് പറയുമോ ദൈവം അന്വേഷിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഫൂളായി മാറരുത്. നീ പാപം ചെയ്യാൻ ചിന്തിക്കുമ്പോൾ തന്നെ കർത്താവായി. സ്തോത്രം, ദൈവത്തിന് മഹത്വം. അവൻ ലംഘനം മറച്ചു വെക്കരുത്. നീ അത് കൺഫസ് ചെയ്യണം ഓപ്പൺ ആയിട്ട്. ഡിയർ ഫാദർ, കർത്താവെ പറ്റിപ്പോയി, സംഭവിച്ചു പോയി, തെറ്റിപ്പോയി. സ്തോത്രം. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ 32-5 വാക്യത്തിൽ പറയുന്നു, ഞാൻ എന്റെ അകൃത്യങ്ങളെ എന്റെ ദൈവത്തോട് അറിയിച്ചു. സങ്കീർത്തനം 35. ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ അകൃത്യം മറച്ചു വെച്ചതും ഞാൻ ഒന്നും മറച്ചു വെച്ചില്ല. എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എന്റെ ലംഘനം മുഴുവൻ യഹോവയോട് ഏറ്റുപറയും ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. അപ്പോൾ എനിക്ക് വരുടെ വിടുതൽ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു. നീ ഇടർച്ചയില്ലാത്തൊരു ദൈവത്തിനായി മാറി. നീ ഇടർച്ചയില്ലാത്തൊരു ദൈവത്തിനായി മാറി. എന്റെ ശമ്പളം വെട്ടിക്കുറച്ചപ്പോൾ വളരെ ഭാരത്തോട് ദൈവശമ്പളം പറ, നീ കൊടുക്കേണ്ട ദശാംശം നീ കൊടുക്കാത്തത് കൊണ്ട് ദൈവം നിന്റെ ശമ്പളം വെട്ടിയത് ലജ്ജ കൂടാതെ പറയാൻ പറഞ്ഞു. ഒരു ലജ്ജ കൂടാതെ ദൈവശമ്പളം പറഞ്ഞു. ദൈവത്തിന് മഹത്വം കരുതുകയാണ്. എന്റെ ജീവിതത്തിൽ കടന്നുവന്ന പാപങ്ങൾ ദൈവസമുമ്പാകെ വിളിച്ചു പറയുമ്പോൾ, തെറ്റുകൾ വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ തെറ്റായ മാർഗത്തിൽ പോകരുതെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. സ്തോത്രം. മനസ്സിലാക്കുക, ദൈവത്തെ സ്തുതിക്കുകയാണ്. When you confess your sin, when you open up your heart in front of God, ദൈവം നിന്നെ വിശുദ്ധീകരിച്ച്, 1 യോഹന്നാൻ 1:9 പറയുന്നു, നിന്റെ പാപങ്ങളെല്ലാം ഏറ്റുപറയുമ്പോൾ അവൻ നിന്നെ കഴുകി പോക്കി വിശുദ്ധീകരിപ്പാൻ നീതിമാനും വിശ്വസ്തനുമായ ഒരു ദൈവം. 1 John 1:9. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി, പാപങ്ങൾ ക്ഷമിക്കും, സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം. എന്ത് ചെയ്യണതിന് വേണ്ടി? ആദ്യത്തെ വായിച്ചേ. നമുക്ക് പാപമില്ല എന്ന് നാം പറയും. ആ വാക്യത്തിന് ആദ്യം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ, never try to justify your sins, confess your sins. നിനക്കൊരു വിടുതലുണ്ട്. ആ വിടുതൽ ഒന്ന് നിന്റെ പേഴ്സണൽ വിടുതലായി. രണ്ടാമത്തത്, നീ ഇടർച്ച വരുത്താത്തൊരു ആത്മ പൈതലായി ഭൂമിയിൽ ജീവിക്കും. സ്തോത്രം, ദൈവത്തിന് മഹത്വം. എന്നോട് ഇന്നലെ ഒരാൾ വിളിച്ചു ചോദിച്ചു, ജോലിക്ക് പോയോ? കാര്യം ഞാൻ ജോലിക്ക് പോയില്ല. അപ്പൊ ഞാൻ അതിനോട് മറുപടി പറഞ്ഞു, പോകാതിരിക്കാൻ പറ്റുമോ? ചോദിക്കാൻ ആളുണ്ട്. ആരാധനയ്ക്കൊക്കെ നമുക്ക് വീട്ടിൽ ഇരിക്കാൻ പറ്റുമോ? പുള്ളി ഭയങ്കര ചിരി. 6 ദിവസം ജോലിക്ക് പോകും, ഒന്ന് തുമ്മി, 7ാം ദിവസം ആരാധനയില്ല. ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന വിചാരം. നീ നിന്നെ കണക്കൊടുക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ചോദ്യം വരും, നീ തന്നെ നിനക്ക് കണക്ക് കൊടുക്കേണ്ടി വരും. ദൈവത്തിന് മഹത്വം. ഒന്നാമത് ഇടർച്ച വരുത്തുന്നത്, when you try to justify your sins. മറ്റുള്ള മുമ്പിൽ നീ ഉരുണ്ട് കളിക്കരുത്. മറ്റുള്ള മുമ്പിൽ നിന്റെ പാപങ്ങൾ തുറന്നു പറയാതെ നീ എന്ത് ചെയ്യരുത്? നിന്റെ തെറ്റുകളെ ന്യായീകരിക്കരുത്. നിന്റെ മുമ്പിൽ നിന്ന് അവിശ്വാസത്തിൽ പറയണം, വാക്കുകൊണ്ട് പ്രവർത്തി കൂടി തെറ്റിപ്പോയി സഹോദര എന്ന് പറയുമ്പോൾ അവൻ നിന്നിൽ കാണുന്നത് ക്രിസ്തുവിനെയാണ് മറന്നു പോകരുത്. ഇടർച്ചയില്ലാത്തവരായി മാറുക. നെവർ ട്രൈ ടു ജസ്റ്റിഫൈ യുവർ സിൻസ്. സ്തോത്രം, ദൈവത്തിന് മഹത്വം. ഇനി എന്റെ 17-ാം അധ്യായം 7-9 വെച്ച്, ലൂക്കോസ് 17-ാം അധ്യായം ലൂക്ക് 17:17 എന്ന് വെച്ച് രണ്ടാമത് ഇടർച്ച എങ്ങനെ നോക്കാം.
10 പേർ ശുദ്ധരായി തീർന്നില്ലയോ? 9 പേർ എവിടെ? 7 to 9. നിങ്ങളിൽ ആർക്കെങ്കിലും ഉഴുകയോ മേയ്ക്കുകയോ ചെയ്യുന്ന ഒരു ദാസൻ ഉണ്ടെന്നിരിക്കട്ടെ. അവൻ വയലിൽ നിന്ന് വരുമ്പോൾ നീ ക്ഷണത്തിൽ വന്ന് ഊണിനിരിക്കുക എന്ന് അവരോട് പറയുമോ? അല്ല, എനിക്ക് അത്താഴം ഒരുക്കി തരിക, ഞാൻ തിന്നു കുടിച്ച് തീരുവോളം അര കെട്ടി എനിക്ക് ശുശ്രൂഷ ചെയ്യുക, പിന്നെ നീയും തിന്നു കുടിച്ചുകൊള്ളുക എന്ന് പറയുകയില്ലേ? തന്നോട് കൽപ്പിച്ചത് ദാസൻ ചെയ്തത് കൊണ്ട് അവന് നന്ദി പറയുമോ? ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഭവനത്തിൽ നമ്മുടെ സഹായിക്കുന്ന സഹോദരനോ സഹോദരി ഉണ്ടെന്നിരിക്കട്ടെ, അവരടുക്കളയിൽ മുഴുവൻ പണിയെടുത്ത് ക്ഷണിച്ചിരിക്കുക. നീ ഡ്യൂട്ടി കഴിഞ്ഞ് വരിക. നീ ആരെങ്കിലും പറയുമോ, അയ്യോ സഹോദരി ആദ്യം ഫുഡ് കഴിച്ചിട്ട് പറയും. നമ്മൾ ആദ്യം എന്ത് പറയും? ഞാൻ കത്തി വരിക, ആദ്യം എടുത്ത് ഇങ്ങോട്ട് വെച്ചോളം പറയും. അത് വെച്ച് കഴിച്ചാലും നിങ്ങൾ താങ്ക് യു സിസ്റ്റർ പറയൂ, പറയത്തില്ല. കാരണം എന്റെ ഡ്യൂട്ടി അതാണ്, അവരുടെ ഡ്യൂട്ടി അതാണ്. എനിക്ക് സക്സസ് ചെയ്യുന്നത്. അത് പ്രത്യേകിച്ച് താങ്ക്സ് പറയേണ്ട കാര്യമില്ല. മാസം അവസാനം എന്ത് ചെയ്താൽ മതി? ശമ്പളം കൊടുത്താൽ മതി. താങ്ക്സിന്റെ ആവശ്യമില്ല. കാരണം അവരത് പ്രതീക്ഷിക്കുന്നില്ല, നമ്മളത് പറയേണ്ട ആവശ്യവുമില്ല. സ്തോത്രം. അത്ര ഭാഗം ക്ലിയർ ആണല്ലോ. അടുത്ത വാക്കുകൾ 10-ാം വാക്യം വായിച്ചേ. അവണ്ണം നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ ചെയ്യേണ്ടതത്രേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിൽ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ ദൈവം തന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ അങ്ങ് പുകഴ്ചയടിക്കരുത്. or never try to share the glory of God. പിതാവിന്റെ മഹത്വം ഷെയർ ചെയ്യുവാൻ വേണ്ടി നീ ശ്രമിക്കരുത്. 100% മഹത്വവും പിതാവിനുള്ള സ്തോത്രം. 1% മതി കർത്താവേ, 99 എടുത്തെന്ന് പറഞ്ഞാൽ നീ ഇടർച്ച വരുത്തുന്നവരാണ്. ഇന്നത്തെ ശുശ്രൂഷക സമൂഹങ്ങൾ അവർ പരസ്യപ്പെടുത്തുന്നു, അവർ പ്രഖ്യാപിക്കുന്നു, ഞാനൊരു മഹാസംഭവമാണ്, ഈ സഭയിൽ വന്നാൽ വിടുതലാണ്, രോഗശാന്തിയാണ്, ഭയങ്കര സെലിബ്രിറ്റികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അഭിമാനത്തോടും ദൈവത്തിന്റെ മഹത്വം കൊടുത്തോട് പറയട്ടെ, ഞാൻ ഉൾപ്പെടുന്ന ഈ സമൂഹത്തിന് നിങ്ങളെ ആരെയും വിടുവിക്കുവാൻ സാധിക്കുകയില്ല, നിങ്ങളെ രോഗസൗഖ്യമാക്കുവാൻ സാധിക്കുകയില്ല, നിങ്ങളെ നേർവഴി നടത്തുവാൻ സാധിക്കുകയില്ല, നിങ്ങളെ വീട്ടിലെത്തിക്കുവാൻ സാധിക്കുകയില്ല. അവൻ സാധിക്കുന്ന ഒരു മനുഷ്യനും ഇന്ന് ഈ ആലയത്തിൽ ഇരിപ്പില്ല. സ്തോത്രം. സാധിക്കുന്ന ഒരുവൻ നമ്മുടെ നടുവിൽ ഇന്ന് പകൽക്കാലം വന്നിട്ടുണ്ട്. സ്തോത്രം. മനസ്സിലാക്കുക, ദൈവത്തെ സ്തുതിക്കുക. ദൈവത്തിന്റെ മഹത്വം നീ ഷെയർ ചെയ്യാൻ ശ്രമിക്കരുത്. ഞാൻ ഫോണിലൂടെ പ്രാർത്ഥിച്ചപ്പോൾ, ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ, ഞാൻ വെള്ളം കൊടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ എന്റെ പ്രാർത്ഥന who are you? സ്ത്രീയെ നീ ഞാനെന്ന് never try to share the glory. എന്റെ സമയമായിട്ടില്ല, എന്റെ പ്രവൃത്തി ആയിട്ടില്ല. I don't want to share my glory with anyone in the world. എന്റെ സമയമാകുമ്പോൾ പ്രവർത്തിക്കും, എന്റെ സമയമാകുമ്പോൾ കൽപ്പിക്കും. നീ ആരാ? ഞാൻ ആരാ? അവൻ പറയുന്നത് റീപ്രൊഡ്യൂസ് ചെയ്തൊരു കോളാമ്പി മാത്രം. സ്തോത്രം. മനസ്സിലാക്കി ദൈവത്തെ സ്തുതിക്കുക. യോഹന്നാൻ എന്താ പറഞ്ഞത്? ഞാനോ കുറയണം, അവനോ വളരണം. Let me decrease and he shall increase. സ്തോത്രം. അങ്ങ് പൊങ്ങച്ചോടിക്കുകയോ അവിടെ എന്നെ വിടുതലാണെന്നറിയോ? വിടുതലായിരിക്കും ഇല്ലെന്ന് പറഞ്ഞില്ല. പക്ഷേ വിടുവിച്ചത് അവിടുത്തെ പാസ്റ്റർ വിശ്വാസിയല്ല, വിടുവിച്ചത് ദൈവമാണ്. ഇതെന്താ പഠിപ്പിക്കാത്തത്? ഇതെന്താ പറഞ്ഞു കൊടുക്കാത്തത്? എന്തുകൊണ്ട് ലജ്ജ തോന്നുന്നു? എന്റെ ഞാൻ എന്നൊരു വാക്ക് നീ പറയുമ്പോൾ നീ ഇടർച്ച വരുത്തുന്നതിനായി മാറിക്കഴിഞ്ഞു. സ്തോത്രം. 1 Corinthians chapter 10 31-32 വായിച്ചു. 10-32 വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ചയില്ലാത്തവരാകും. എന്ത് ചെയ്താലും ദൈവനാമ മഹത്വത്തിനായി ചെയ്യണം. അടുത്ത വാക്യം എന്താ പറഞ്ഞത്? സഭകൾക്ക് നീ ഇടർച്ച, ദൈവരാജ്യത്തിനും ഇടർച്ചയില്ലാത്തവരായി മാറും. എന്താ അർത്ഥം? ദൈവത്തിന് മഹത്വം കൊടുക്കാത്തവൻ ഇടർച്ചയ്ക്ക് ഹേതുവായി മാറുന്നു. സ്തോത്രം.
സ്തോത്രം. സഭ നടത്താൻ ഏൽപ്പിച്ചിരിക്കുന്നു. ഇത്ര ദൈവങ്ങളെ ജയിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അനേക വിടുതൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് പകൽ ഞാൻ കസാരയിൽ ഇരിക്കുന്നു എന്ന് മനസ്സിലായി. എന്ത് മനസ്സിലായി അവർക്ക്? എന്നെ പഠിപ്പിക്കുക, നീ അങ്ങനെ നിൽക്കാനെങ്കിൽ എന്റെ കൃപ നിനക്ക് ആവശ്യമാണ്. നീ എല്ലാ സഭ നടത്തുന്നത് എന്റെ കൃപ നിന്റെ വിലയിൽ ഒരു നിൽക്കുവാൻ നിനക്ക് കഴിയില്ലെന്ന് കർത്താവ് എന്നെ പഠിപ്പിക്കുക. Never try to boast yourself. Never try to share the glory of God. ഈ ഒരു സ്ഥാനത്ത് നിൽക്കുവാൻ കൃപ ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് അല്ലാതെ ഇവിടെ നിന്നുകൊണ്ട് എന്റെ പ്രാർത്ഥന കൊണ്ട്, എന്റെ പ്രസംഗം കൊണ്ട്, എന്റെ ശൈലി കൊണ്ട്, എന്റെ എന്തെങ്കിലും കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരമാണെന്ന് ഞാൻ പറഞ്ഞാൽ ചിന്തിച്ചാൽ അവിടെ ഞാൻ സഭയ്ക്കും ദൈവങ്ങൾക്കും ദൈവത്തിനും ഇടർച്ചയുള്ളവരായി മാറുകയാണ്. സ്തോത്രം. If you're doing something, നിന്റെ വചന വായന, നിന്റെ പ്രാർത്ഥന, നിന്റെ സുവിശേഷീകരണം, നിന്റെ സ്നേഹം എന്ത് ചെയ്താലും ദൈവനാമ മഹത്വത്തിനായി ചെയ്യേ. സ്തോത്രം. ഭാഷയെ കാണിക്കാൻ ചെയ്യരുത്, വിശ്വാസത്തെ കാണിക്കാൻ ചെയ്യരുത്. Whatever you do, it shall glorify His name. നിന്നിലൂടെ നിന്റെ അപ്പന്റെ നാമം മഹത്വം എടുക്കുവാൻ ഇടയായി തീരണം. സ്തോത്രം. ഒരിക്കലും ഹൃദയ പ്രസംഗിക്കുക. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായം 21 മുതൽ വാക്യം വായിച്ചു. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായം 21-ാം വാക്യം തൊട്ട്. നിശ്ചയ ദിവസത്തിൽ ഹെരോദാവ് രാജവസ്ത്രം ധരിച്ച് ഭദ്രാസനത്തിൽ ഇരുന്ന് അവരോട് പ്രസംഗം കഴിച്ചു. ഭയങ്കര പ്രസംഗം, ക്രൂസൈഡിന്റെ പ്രസംഗമായിരുന്നു. ഇത് മനുഷ്യന്റെ ശബ്ദമല്ല, ഒരു ദേവന്റെ ശബ്ദമത്രേ എന്ന ജനം. ഇതൊരു മനുഷ്യന്റെ ചിന്തയിൽ പോലും വരാത്ത വെളിപ്പാടാണ് ജനം അങ്ങോട്ട് പറഞ്ഞപ്പോൾ അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കാതിരിക്കാൻ പറഞ്ഞു, ഇത് ഞാനേ ദീർഘവർഷങ്ങൾ പഠിച്ചതും പ്രാപിച്ചതുമായ ഇന്നലെ 6 മണിക്കൂർ കുലുക്കി കുലുക്കി പ്രാർത്ഥിച്ച മേളിൽ കൊണ്ട് ഇറങ്ങിക്കൊണ്ട് വന്ന വെളിപ്പാടാന്ന് പറയുകയും കർത്താവിന്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു. ഒറ്റയടി അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടു. മഹാസംഭവം എന്ന് പറഞ്ഞവൻ കൃമി വന്നിട്ട് ദൈവത്തോട് പറഞ്ഞു, എനിക്ക് ഇനിയും വിശക്കുന്നു എന്ന് മനസ്സിലായി. ബൈബിളിൽ കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുക. മഹാസംഭവം എന്ന് പറഞ്ഞ ഒരുവനെ തിന്നിട്ട് കൃമി പറയും, എനിക്ക് ഇനി വിശക്കുന്നു എന്ന് പറഞ്ഞാൽ നീ ഒന്നും അല്ലെന്ന് മനസ്സിലാക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്തെങ്കിലും ഒരു കാര്യം കർത്താവ് നിനക്ക് ചെയ്യുവാൻ തന്നെങ്കിൽ, നീ ചെയ്യുവാൻ കൃപ ലഭിച്ചെങ്കിൽ, never try to share the glory of God. 100% മഹത്വം അങ്ങോട്ട് വിട്ടേക്കണം. സ്തോത്രം. എന്നെ ഇവിടെ ഇരുത്തിയ ദൈവത്തിന് പൂർണ്ണ മഹത്വം, എന്നെ നിർത്താൻ പോകുന്ന ദൈവത്തിനും പൂർണ്ണ മഹത്വം. ദൈവത്തിനും സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നിങ്ങൾക്കൊരു ടിപ്സ് കൂടെ പറഞ്ഞ് ഭാഗപ്പെടട്ടെ. അപ്പോസ്തലപ്രവൃത്തികൾ 16-ാം അധ്യായത്തിൽ 16 മുതൽ വായിച്ച്. ശുശ്രൂഷയിൽ വളർന്നു വരുവാൻ ദൈവം നാളെ ശുശ്രൂഷയിൽ ഉപയോഗിക്കുമ്പോൾ ഓർത്തോണം, ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്ത് ചെല്ലുമ്പോൾ, ഞങ്ങൾ മീറ്റിംഗിൽ അങ്ങോട്ട് ചെന്നപ്പോൾ വെളിച്ചപ്പാർട്ടിയായി ലക്ഷ്മൺ പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരത്തി ഞങ്ങളെ എതിരേറ്റു. അവൾ പൗലോസിന്റെയും ഞങ്ങളുടെയും പിന്നാലെ വന്നു. ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു. നിൽക്കട്ടെ. ഒരു പ്രശ്നം കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിലായിക്കോട്ടെ, ഏതാത്മാവിലായിക്കോട്ടെ, ബ്രദറെ ഇന്നത്തെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ പുറത്ത് കാണിച്ചില്ലെങ്കിലും അകത്തൊരു പരിപാടി ചെയ്യണം. ഒന്ന് വായിച്ചു അടുത്ത വാക്യം. ഇങ്ങനെ അവൾ പല നാൾ ചെയ്തു വന്നു. പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി അവളിലുള്ള ഭൂതത്തോട്, അവളെ വിട്ടുപോകുവാൻ ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ശാസിച്ചു. അടുത്ത് വന്ന് നിന്റെ ശുശ്രൂഷ കൊള്ളാം, നിന്റെ പ്രാർത്ഥന കൊള്ളാം, നിന്റെ പാട്ട് കൊള്ളാം. ഓ നീ കൃപയിൽ നിറഞ്ഞവനാണ്, ഓ എന്താണ്, ഓ ഭയങ്കര സംഭവമാണെന്ന് പറയുമ്പോൾ
അപ്പോൾ തന്നെ നിന്റെ അകത്ത് യേശുവിന്റെ നാമത്തിൽ ഈ നിഗളത്തിന്റെ ശക്തി വിട്ടുപോയത് പറഞ്ഞിരിക്കണം. അപ്പോൾ പറഞ്ഞിരിക്കണം. സ്തോത്രം. മനസ്സിലാക്കുക. ദൈവത്തെ സ്തുതിക്കുന്നു. എന്താ പറയേണ്ടത്? ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ, എന്നോട് കൽപ്പിച്ചു, ഞാൻ ചെയ്തു. യെരമ്യാവ് പറഞ്ഞതുപോലെ, അമ്മയുടെ ഉദരത്തിൽ ഞാൻ കണ്ടു, നിന്നെ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു, ഞാൻ പോകുന്നിടത്ത് പറഞ്ഞു നീ പോകണം, എന്റെ വചനങ്ങൾ നിന്റെ വായിൽ വെച്ച് തന്നിരിക്കുന്നു, നീ എന്ത് അതൊക്കെ പറഞ്ഞാൽ മതി. നിന്റേതായിട്ടൊന്നും നീ പറയണ്ട, ഞാൻ പറയുന്നത് ചെയ്താൽ മതി, റീപ്രൊഡ്യൂസ് ചെയ്താൽ മതി. ഇന്ന് ദൈവസഭ ഇടർച്ചകൾ സെലിബ്രിറ്റി പാസ്റ്റേഴ്സ് ആണ്. ദൈവസഭ ഇടർച്ചകൾ ക്രിസ്തുവിലേക്ക് നേരത്തെ നയിക്കാതെ തങ്ങളിലേക്ക് ആകർഷിക്കുന്ന ശുശ്രൂഷക വൃന്ദങ്ങളാണ്. എല്ലാ തടസ്സങ്ങളെയും തന്റെ ദേഹമെന്ന് തിരിച്ചറിഞ്ഞ് ചീന്തി അവൻ ജീവനുള്ള പുതുവഴി കർത്താവിലേക്ക് അവൻ കൊണ്ടുവന്നു. അതിനിടയ്ക്ക് നിൽക്കുന്ന ദൈവത്തിനോട് സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ വായിച്ചു കേട്ടു, നെവർ ട്രൈ ടു ഷെയർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. മൂന്നാമതായി ഞാൻ വായിച്ചോളാം. അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളാണ്. അവർ യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുകയും ശബരിക്ക് കയറി നടുവിൽ കൂടെ കടക്കുമ്പോൾ ഗ്രാമത്തിൽ ജലന്തരം കുഷ്ഠരോഗികളെ 10 പുരുഷന്മാർ അവൻ എതിർപ്പെട്ടു. അകലെ ഇരുന്നുകൊണ്ട്, യേശു നായക, ഞങ്ങളുടെ കരുണ ഉണ്ടാകണമേ എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ അവരെ കണ്ടിട്ട്, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് തങ്ങളെ തന്നെ കാണിക്കുമെന്ന് പറഞ്ഞു. പോവുകയിൽ തന്നെ അവർ ശുദ്ധരായി തീർന്നു. അവൻ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്ന് കണ്ട് ഉച്ചത്തിൽ ദൈവത്തിന്റെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവന്റെ കാൽക്കൽ കവണ് വീണ് അവന് നന്ദി പറഞ്ഞു. അവന് നന്ദി പറഞ്ഞു. മൂന്നാമത് ഇടച്ചെടുത്തിന്റെ കാരണം നന്ദിയില്ലാത്തതാണ് നമ്മൾ വിശ്വാസികൾ. നന്ദി കെട്ടൊരു കാരണമുണ്ടെങ്കിൽ വിശ്വാസ സമൂഹമാണ്. ദൈവസ്ഥലിൽ നിന്ന് എല്ലാ നന്മകളും പ്രാപിച്ചിട്ട് പുറംകാലം കൊണ്ട് നിന്നെ വെടിവെച്ച ദൈവത്തെ തട്ടിക്കളയുന്ന അനേകരെ നിന്റെ കണ്ണോട് കാണുവാൻ ഇടയായി തീർന്നു. അവരുടെ കാര്യസാധ്യമാണ് പ്രാർത്ഥനാ ജീവിതം. ഈ ഭൂമിയിലെ ഏതെങ്കിലും കാര്യങ്ങൾ സാധിക്കുവാനുള്ള സ്ഥലമല്ല പ്രാർത്ഥനാ ജീവിതം. നന്ദിയില്ലാത്ത വർഗമായി നമ്മൾ മാറിയിരിക്കുകയാണ്. താങ്ക്ലെസ് പീപ്പിൾ. സ്തോത്രം. ഈ മഹാമാരിയുടെ കാലയളവിൽ കോടികൾ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ എണ്ണത്തിലൊന്നുപോലെ കുറയാതെ സൂക്ഷിച്ചത് മാത്രമാക്കാൻ എത്രത്തോളം ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് കഴിയും. നന്ദിയില്ലാത്ത വർഗമാണ് വിശ്വാസ സമൂഹം. ഞാൻ പറഞ്ഞില്ലേ, നിന്നപ്പോൾ ഞാൻ അറിഞ്ഞില്ല നിൽക്കുന്നതിന്റെ കൃപ, ഇരുന്നപ്പോൾ അറിയുന്നത് നിർത്തിയതിന്റെ കൃപ എന്താണെന്ന്. സ്തോത്രം. നിന്റെ കഴിവുകൊണ്ട്, ബുദ്ധികൊണ്ട്, ജ്ഞാനം കൊണ്ടല്ല നിന്റെ കുടുംബ ജീവിതത്തിൽ തലമുറകളുടെ സന്തോഷത്തോടെ ജീവിക്കുന്നത്. നിന്നെ താങ്ങുന്ന ഒരു കരമുണ്ടെന്ന് നീ മറന്നു പോകരുത്. സ്തോത്രം. 10 പേർ സൗഖ്യമായി, ഒരുവൻ നന്ദിയുള്ളവനായി മടങ്ങി വന്നു. 9 ഇടർച്ചക്കാരായപ്പോൾ ഒരു ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് നന്ദിയുള്ളവനായി മടങ്ങി വന്നു. സ്തോത്രം. സങ്കീർത്തനം 103:1-2 വാക്യം പറയുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാഗ്രഹമേ യഹോവയെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എന്തുകൊണ്ടാ? അവൻ ചെയ്ത ഉപകാരങ്ങൾ നിങ്ങൾ മറക്കരുത്. നീ മറക്കുന്നതോടെ നന്ദിയിട്ട് പോകുന്നത്. നീ ഓർക്കുന്ന ദൈവം നിനക്ക് വേണ്ടി ചെയ്തത്. Never forget what God has done in your life. നീ ദൈവത്തെ മറക്കുന്നു, ദൈവത്തിന്റെ ഉപകാരത്തെ മറക്കുന്നു. നന്ദി കെട്ടവളായി ഈ ഭൂമിയിൽ നീ ജീവിക്കുന്നു. സ്തോത്രം. Praise the Lord. ഹല്ലേലൂയ. അനേകം വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്കറിയാം, നമ്മൾ ഈ പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 1 മുതൽ 4 വാക്യങ്ങൾ വായിച്ച് അത്ഭുത അടയാളങ്ങൾ, വീര്യപ്പോൾ ചെങ്കടലെല്ലാം കാണാൻ ഭയങ്കര പ്രവൃത്തിയെ കണ്ടിട്ട് ജനസമൂഹം കടന്നു വരികയാണ്. 32-ാം അധ്യായത്തിൽ മോശ മലമുകളിൽ കയറിയപ്പോൾ 1 മുതൽ 4 ഭാഗം വേഗത്തിൽ വായിച്ച്
എന്നാൽ മോശെ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുന്നുവെന്ന് ജനം കണ്ടപ്പോൾ ജനം അഹരോന്റെ അടുക്കൽ വന്നുകൂടി അവനോട്, നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക. ഞങ്ങളെ മിസ്രയീം ദേശത്തു നിന്നും പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന പുരുഷനായ ഈ മോശയ്ക്ക് എന്ത് ഭവിച്ചുവെന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അഹരോൻ അവരോട്, നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും കാതിലെ പൊൻകൊടുക്ക് പറിച്ച് എന്റെ അടുക്കൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ജനമൊക്കെ തങ്ങളുടെ കാതിൽ നിന്നും പൊൻകൊടുക്ക് പറിച്ച് അഹരോന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനത് അവരുടെ കയ്യിൽ നിന്നും വാങ്ങി ഒരു കൊത്തുടി കൊണ്ട് ഭാഷ വരുത്തി ഒരു കാളക്കുട്ടിയെ വാക്കുണ്ടാക്കി. അപ്പോൾ അവർ, ഇസ്രായേലേ, ഇത് നിന്നെ മിസ്രയീം ദേശത്തു നിന്നും കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു എന്ന് പറയാണ്. കാളക്കുട്ടികൾ പറയുക, മിസ്രയീം ഞങ്ങളെ വിടുവിച്ചു കൊണ്ടുവന്ന ദൈവം കേട്ട് ഇങ്ങനെ നിൽക്കുന്നു. നന്ദിയില്ലാത്തൊരു വർഗം. അപ്പം തിന്നാലും കാടപ്പശുവിന്റെ ചെക്കട കുറിച്ചാലും എന്തെല്ലാം ദൈവം ചെയ്താലും അവൻ സമയമാകുമ്പോൾ നന്ദി കെട്ടവരാ വിശ്വാസ സമൂഹം. 26 വാക്യം വായിച്ച് 32-26. മോശെ പാളയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. ഞാനിന്ന് തിരുത്തി ഒന്ന് വായിക്കാൻ പോവാ. മോശ വിളിച്ചു പറഞ്ഞത് ദൈവസമയത്തൊക്കെ വിളിച്ചു പറയുക, നന്ദിയുള്ളവർ യഹോവയുടെ വശത്തേക്ക് മാറി നിൽക്കട്ടെ. ദൈവത്തിന്റെ ഉപകാരങ്ങളെ ഓർക്കുന്നവർ യഹോവയുടെ വശത്ത് മാറി നിൽക്കട്ടെ. നിന്റെ ആവശ്യങ്ങൾ വരുമ്പോൾ നീ കാളക്കുട്ടിയിൽ ആശ്രയിക്കുക. നിനക്ക് സൗകര്യമുള്ളതുപോലെ നീ ജീവിക്കുക. നിന്നെ വിളിച്ച ദൈവത്തെ നീ മറക്കുക. സ്തോത്രം. കല്യാണ സദ്യയിലേക്ക് വെച്ച രാജാവിന്റെ പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞു. ലൂക്കോസ് 14-ാം അധ്യായം 18-19 വാക്യം വായിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ലൂക്കോസ് ചാപ്റ്റർ 14:18-20 വായിക്കാം. 14 വായിച്ച്. എല്ലാവരും ഒരുപോലെ ഒഴിവുകഴിവ് പറഞ്ഞു. എല്ലാവരും എക്സ്ക്യൂസ് പറയുവാൻ തുടങ്ങി. എല്ലാവരും ഒഴിവ് പറയാൻ തുടങ്ങി. എല്ലാവരും നന്ദി കെട്ടവരായി മാറുവാൻ തുടങ്ങി. വായിച്ചു. ഒന്നാമത്തവൻ അവനോട്, ഞാൻ ഒരു നിലം കൊണ്ടതിനാൽ അത് ചെന്ന് കാണേണ്ടെന്ന് ആവശ്യമുണ്ട്. എനിക്ക് കൈനാൾ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്ക് നിലം തന്നു. ഇപ്പൊ ആരാധനയ്ക്ക് വിളിച്ചപ്പോ പറയുക, എനിക്ക് നിലമുള്ളതുകൊണ്ട് എവിടെ ചെയ്യണം, അത് ചെന്ന് കാണേണ്ടത്. അവിടെ പോകണോണ്ട് ഐ എം വെരി സോറി, ആരാധനയ്ക്ക് വരാൻ സമയമില്ല. അടുത്തത് മറ്റൊരുത്തൻ, ഞാൻ 5 ഏർക്കാളെ കൊണ്ടിട്ടുണ്ട്, അവയെ ജോലിയില്ലായിരുന്നു, കടഭാരമായിരുന്നു, വാടകയ്ക്ക് പൈസ ഇല്ലായിരുന്നു, പ്രാർത്ഥിച്ചു. ദൈവം നല്ലൊരു ജോലി അല്ലെങ്കിൽ ബിസിനസ് കൊടുത്തു. ഇപ്പൊ പറയുക, ഭാമയ സ്തോത്രം, ഒരു കാണാൻ തുടങ്ങി 5 ഇഷ്ടം പോലെ ഇപ്പൊ എന്തില്ല, സമയമില്ല. അടുത്തത് വേറൊരുത്തൻ, ഞാൻ ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നു, വിവാഹം കഴിയുകയില്ല എന്ന് പറഞ്ഞു. സ്തോത്രം. പ്രാർത്ഥിച്ച് അവസാനം കല്യാണം കഴിച്ചു. പറയാ, എനിക്ക് സമയമില്ല. ചെല്ലു പറയും, പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങളില്ല, കുഞ്ഞുങ്ങളെ കിട്ടി. ഇപ്പൊ പറയാ, അയ്യോ അതിരാവിലെ കുഞ്ഞിനെ എഴുതാൻ അവർക്ക് ശബ്ദത്തില്ല, ഒരു പ്രശ്നം, അവന് 9 മണി വരെ എഴുതച്ചാൽ പിന്നെ അവൻ നോർമൽ ആകത്തുള്ളൂ. പക്ഷെ 2 വർഷം കഴിഞ്ഞപ്പോ 6:15 സ്കൂളിൽ വിടും, ഛർദിലുമില്ല, ഒരു പ്രശ്നമില്ല. വെള്ളിയാഴ്ച ആകുമ്പോൾ ഛർദില് 6 ദിവസം പറയുന്നിരിക്കും. വെള്ളിയാഴ്ച ഛർദില് ഇനി ഉണ്ടെന്നാ മതി, പ്രാർത്ഥിച്ച രംഗത്തിന് ശാസിച്ച് നേരെയാക്കി. സ്തോത്രം. മനസ്സിലായോ? നന്ദി കെട്ട വർഗം. പൗലോസ് പറയുന്നു, ആ പാറമകളിൽ ഞാൻ ഒന്നാമൻ. ദൈവത്തിന് പകരം കൊടുക്കാൻ കഴിയാത്ത നന്ദി കെട്ടവനെ ഇടർച്ച വരുത്തുകയാണ് ഞാൻ. സ്തോത്രം. ചിലർ കുറച്ച് പൈസ കൊടുത്താൽ മതി. ഇതാണ് ദൈവത്തിന് കൊടുക്കാതെ കുറച്ച് പൈസ കൊടുക്കുക. സത്യമായിട്ട് ഞാൻ നമ്മൾ പറയട്ടെ, നിന്നെ അല്ലാതെ ദൈവത്തിന് നിന്റെ വേറെ ഒന്നും ആവശ്യമില്ല. നിന്നെ ഒന്ന് വിട്ടുകൊടുക്കാമോ? ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുക. നിങ്ങൾ നിന്നെ വിട്ടുകൊടുക്കാമോ? സകല അഖിലാണ്ടത്തിന് ഉടയവനെ കർത്താവ്, അവന്റെ ധനത്തിന്റെ മഹത്വത്തിന് ഊഹിക്കാവുന്ന അപ്പുറമാണ്.
നിന്നെ ഒന്ന് വിട്ടുകൊടുക്കുക. മകനെ നിന്റെ ഹൃദയം എനിക്ക് തരിക. സദൃശവാക്യത്തിൽ പറയുന്നു, നന്ദിയില്ലാത്ത വർഗമായി നമ്മൾ മാറി. ഇപ്പൊ ദൈവം ദുഃഖിക്കുക. ഇവര് കൊച്ചിനെ കൊടുക്കണ്ടായിരുന്നു, ഇവര് ജോലി കൊടുക്കണ്ടായിരുന്നു, ഇവര് വസ്തു കൊടുക്കണ്ടായിരുന്നു, ഇവര് ബിസിനസ് പുഷ്ടിപ്പെടുത്തണ്ടായിരുന്നു. Hallelujah. Greatest sin according to Father Heaven. You are tempting others to do sin. You are tempting others to follow the wrong path. You are tempting others to follow the wrong deeds. എന്താണത്? You are trying to justify your sins. നിന്റെ പാപങ്ങളെ നീ ന്യായീകരിക്കുവാൻ ശ്രമിക്കുന്നു. സ്തോത്രം. ദൈവത്തിന്റെ മഹത്വം ഒരു ഭാഗങ്ങൾ നീ എടുത്ത് പിടിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിന്നെ ഒരു മഹാസംഭവമായി നീ പോർട്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അവസാനം പറഞ്ഞു, നന്ദിയില്ലാത്ത വർഗങ്ങളായി ഈ ഭൂമിയിൽ നീ വെളിപ്പെടുന്നു. എല്ലാ ഡ്യൂട്ടി കഴിഞ്ഞ് എല്ലാവരും ഒഴിവാക്കുന്നത് ആരാധനയാണ്. സ്തോത്രം. ഞാൻ ഓർക്കുന്നു, ഞാൻ ആദ്യം ജോലി ചെയ്ത ആൾക്കാരത്തിൽ അലക്സാണ്ടർ അറിയാം, ഞങ്ങൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എന്റെ കൂടെ വർക്ക് ചെയ്തിട്ട് ബികോംകാരനെ പിന്നെ അവിടെ വാറണ്ടി മാനേജറായിട്ട് കയറിയിരുന്നു. അന്ന് വെള്ളിയാഴ്ച ഓട്ടം ചെയ്യാനോട് പറഞ്ഞു. എന്റെ ബോസിനെ ഞാൻ പറഞ്ഞു, ശരി ഞാൻ തിങ്കൾ ചൊവ്വ മുതൽ വ്യാഴം 6 ദിവസം ഞാൻ രാത്രി വരെ ഇരിക്കാം. വെള്ളിയാഴ്ച ദൈവത്തെ ആരാധിക്കേണ്ട ദിവസമാണ് എനിക്ക് സാധ്യതയെന്ന് പറഞ്ഞു. ആ ഒറ്റ കാരണം കൊണ്ട് ദേവസ്വം സാക്ഷിയാണ് സുഖിപ്പിച്ച് മറ്റൊരെന്തായി മാറി. ഹല്ലേലൂയ. അവനായതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്, എനിക്ക് സങ്കടമില്ല, എനിക്ക് ദുഃഖമില്ല. മനുഷ്യ യജമാനന് വേണ്ടി, ഒരു മാനേജരാകുവാൻ വേണ്ടി എന്റെ ദൈവത്തെ തള്ളി പറയുമായിരുന്നു. ഒരുപക്ഷെ എനിക്ക് ആകാൻ കഴിയുമായിരുന്നു. പക്ഷേ എന്റെ ദൈവത്തിന്റെ മകനാണ് ഒരിക്കലും എനിക്ക് കഴിയുമായിരുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയില്ലാത്ത വർഗ്ഗങ്ങളായി. സ്തോത്രം. ഇന്ന് പകൽ കണ്ണടയ്ക്കേണ്ട ദിവസം എല്ലാവർക്കും ശക്തമായി എനിക്ക് വേണ്ടി പിന്നെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ സ്തോത്രയുടെ പ്രാർത്ഥനകളിൽ പരിപൂർണ്ണ സൗഖ്യം ലഭിക്കുന്നതിൽ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്തോത്ര വഴിപാട് നിങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കരങ്ങളതിന്റെ എല്ലാ മക്കളെ ഓർക്കണമേ. എല്ലാം നിലയിൽ പ്രതിഫലം കൊടുത്ത് മാനിക്കുമാറാകണം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധരായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ പകൽക്കാലം ഞങ്ങൾ കേട്ട ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ പാപങ്ങളെ ന്യായീകരിക്കുവാൻ എന്നെ ശ്രമിക്കാതെ, അങ്ങേക്ക് തരേണ്ട മഹത്വം ഞങ്ങൾ എടുക്കാതെ നന്ദിയുള്ളവരായി ഭൂമിയിൽ ജീവിക്കുവാൻ കൃപ തന്ന് സഹായിക്കണം. ഇന്നൊരു ഉറച്ച വാർത്ത നടക്കട്ടെ. നിങ്ങൾ എന്ത് ചെയ്താലും ദൈവനാമഹത്വത്തിനായി ചെയ്യുവാൻ കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനാടിസ്ഥാനത്തിൽ ഞങ്ങളുടെ എല്ലാ മണ്ഡലത്തിലും ആ വിടുതൽ നടക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരമനുകൂലമായി തീരട്ടെ. പിതാവ് പുത്ര പരിശുദ്ധാത്മനാമത്തിൽ ഞങ്ങളുടെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ നന്മകൾ പിന്നെയും പകരുമാറാകണം. ഈ പകൽക്കാലം ദൈവത്തോടെ എല്ലാവരെയും സൂക്ഷിക്കണം. പിതാവ് പുത്ര പരിശുദ്ധാത്മനാമത്തിൽ ഓഫ്ലൈനിലും ഓൺലൈനിലും പങ്കെടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കേട്ട വചനം വിടുതലാക്കി തീരട്ടെ. ക്രിസ്തുയേശുവിൻ നാമത്തിൽ പിതാവേ. പിതാവേ, ദൈവത്തിന്റെ സ്നേഹവും പുത്രയേശുവിന്റെ കൃപയും പരിശുദ്ധ സാന്നിധ്യ സഹവാസവും ഇന്ന് പകൽക്കാലം പ്രാർത്ഥന സകല പ്രാർത്ഥനാ വിഷയങ്ങളോടും ഭൂമിയിലുള്ള സകല വിശുദ്ധന്മാരോടും ആമേൻ ഇന്ന് സമസ്ത പ്രാർത്ഥനാ വിഷയങ്ങളോടും കർത്താവേ ഇന്ന് മുതൽ കർത്താവിലേക്ക് ഉണ്ടായിരിക്കുമാറാകട്ടെ. നമുക്ക് ചെയ്യുന്ന കർത്താവിന്റെ മഹത്വം കരയേറ്റാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം മുന്നോട്ട് വന്ന ഒരു നമ്മുടെ ജർമ്മനിയുടെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പാടി
അത് റെക്കോർഡിൽ കിടക്കും കേട്ടോ.